ഷെഫ് സീക്രട്ടിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് വ്യത്യസ്തമായ ബിരിയാണി പുട്ടുകളാണ്. അതും ചിക്കൻ, ബീഫ്, ഫിഷ് എന്നീ തലങ്ങളിലുള്ള നോൺ വെജ് ബിരിയാണി പുട്ടുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇപ്പോ ഈ ബിരിയാണി പുട്ട് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം പല കടകളിലും ട്രെൻഡിങ് ആയിട്ടുള്ള വിഭവമാണ്. അപ്പോൾ ഇത് ഈസിയായി എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആദ്യം നോക്കാം. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, കാശ്മീരി ചില്ലി 2.5 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, ഫിഷ് മസാല 1 സ്പൂൺ, ഗരം മസാല 1.5 സ്പൂൺ, മല്ലിപ്പൊടി 1.5 സ്പൂൺ, ക്യാരറ്റ് 2 എണ്ണം, ഗ്രീൻ ചില്ലി 8 എണ്ണം, തക്കാളി 2 എണ്ണം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 4.5 സ്പൂൺ, കുടംപുളി വെള്ളം ആവശ്യത്തിന്, ഫിഷ് 5 കഷ്ണം, ചിക്കൻ 150 ഗ്രാം, ബീഫ് 100 ഗ്രാം. പിന്നെ മല്ലിയില ആവശ്യത്തിന് വേണം, സവോള 4 എണ്ണം, ഉപ്പ് ആവശ്യത്തിന്, അരിപ്പൊടി ആവശ്യത്തിന്, വെളിച്ചെണ്ണ 50 ഗ്രാം. അപ്പോൾ ആദ്യമായി നമ്മൾ ഫിഷ് കൊണ്ടുള്ള പുട്ടാണ് പരിചയപ്പെടുന്നത്. അപ്പോൾ അതിനായി ആദ്യം ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ 25 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവോള അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1.5 സ്പൂൺ, ഉപ്പ് എന്നിവയിട്ട് നന്നായി വഴറ്റിയെടുക്കണം. വഴന്നു വരുമ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി 1/2 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മല്ലിപ്പൊടി 1/2 സ്പൂൺ, ഗരം മസാല 1/2 സ്പൂൺ എന്നിവയിട്ട് വീണ്ടും നന്നായി വഴറ്റണം. മസാലയുടെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് അരമുറി തക്കാളി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പുമിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം. നന്നായി ഇളകി വരുമ്പോൾ അതിലേക്ക് കുടംപുളിയുടെ വെള്ളം ആവശ്യത്തിന് ചേർത്ത ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന 5 കഷ്ണം മീന് അതിലേക്കിട്ട് വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. 2 മിനിറ്റ് ഇത്തരത്തിൽ വേവിച്ച് കഴിയുമ്പോൾ ഫിഷ് പുട്ടിനുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ വേറെ ബൗളിലേക്ക് മാറ്റി വെച്ച ശേഷം അടുത്ത ഒരു പാൻ തയ്യാറാക്കി അതിലേക്ക് നേരത്തെ പോലെ ഒരു 25 ഗ്രാം എണ്ണ ഒഴിച്ച് ചൂടാക്കാം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു 3 സ്പൂൺ ഇട്ട് ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റണം. വഴന്നു വരുമ്പോൾ അതിലേക്കൊരു 6 പച്ചമുളക് അരിഞ്ഞതും 2 സവോള അരിഞ്ഞതും ചേർത്ത് വീണ്ടും വഴറ്റണം. വഴന്നു വരുമ്പോൾ 1.5 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും വഴറ്റാം. ഇത് വഴന്നു വരുമ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ കാശ്മീരി ചില്ലി, മുളക് പൊടി 1 സ്പൂൺ, 2 സ്പൂൺ ഗരം മസാല, 1 സ്പൂൺ മീറ്റ് മസാല, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിന്റെ പകുതി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. അതിനുശേഷം വേവിച്ച് വച്ചിരിക്കുന്ന ബീഫ് ഈ കൂട്ടിലേക്ക് ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇതൊരു ബൗളിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നേരത്തെ മാറ്റി വെച്ച മസാലയിൽ നമ്മൾ വേവിച്ച് വച്ചിരിക്കുന്ന ബോൺലെസ് 150 ഗ്രാം ചിക്കനെ പിരിച്ചിടാം. എന്നിട്ട് നന്നായി ഇളക്കിയെടുത്താൽ നമ്മൾ അതും ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇനി പുട്ടുണ്ടാക്കുന്ന ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതിനായി നമുക്ക് ആവശ്യമായ അളവിൽ അരിപ്പൊടി എടുത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ബിരിയാണിക്ക് വേണ്ട മസാലകൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു സവാളയുടെ ഫ്രൈയും ആവശ്യത്തിന് മല്ലിയിലയും ഒരു ക്യാരറ്റ് അരിഞ്ഞതും കൂടി ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇത്രയുമായാൽ ഇനി സ്റ്റീമിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. അതിനായി ആദ്യം പുട്ടുകുറ്റിയിൽ ഒരു ലെയർ നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന ബിരിയാണി കൂട്ടും അതിനു മുകളിലായി നമ്മൾ ആദ്യം തയ്യാറാക്കി വച്ചിരിക്കുന്ന ഫിഷ് മസാല ഒരു ലെയറും അതിനു മുകളിൽ വീണ്ടും ബിരിയാണി കൂട്ടും ഇട്ട് ആവി കയറ്റിയെടുത്താൽ നമ്മുടെ ബിരിയാണി പുട്ട് റെഡിയാകും. ഇതുപോലെ എളുപ്പത്തിൽ നമുക്ക് ചിക്കനും ബീഫും തയ്യാറാക്കാം. എന്താ, വളരെ എളുപ്പമല്ലേ? ഇത്തരത്തിലുള്ള ബിരിയാണി പുട്ടുകൾ തയ്യാറാക്കാൻ. അപ്പോൾ ഇതുപോലെയുള്ള പുത്തൻ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.